പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സീറ്റ് ലഭിക്കാത്തതിൽ അതൃപ്തി നിലനിൽക്കുന്നതിനിടെ ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കുമ്മനം രാജശേഖരൻ മത്സരിക്കണം എന്ന നിലപാടിലാണ് നേതൃത്വം. തൃപ്പൂണിത്തുറ 2020 വിട്ടുകൊടുത്തെങ്കിലും ബി.ജെ.പി പ്രാദേശിക ഘടകത്തിൽ ചെറിയ അമർഷം നിലനിൽക്കുന്നു. എ ക്ലാസ് മണ്ഡലം 2020 കൊടുത്തത് ശരിയായില്ല എന്നാണ് അവരുടെ നിലപാട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അതുപോലെ സീറ്റ് ലഭിക്കാത്തതിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തയുടെ പിന്നാമ്പുറം പരിശോധിക്കാൻ ബിപിൻ സി വിജയൻ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം അച്യുതനിലേക്ക്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് ബിപിൻ സി വിജയൻ ഓൾസോ. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെയാണ് ബി.ജെ.പിയുടെ രണ്ടാമത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നത്. അതിൽ പ്രധാനമായിട്ടും ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട പട്ടിക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിനൊരു അന്തിമ രൂപം നൽകാനായി കൂടിയാണ് ആ യോഗം ചേർന്നത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് രണ്ടാം ഘട്ട പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ 40 മുതൽ 50 വരെ അതിനുള്ളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, കുമ്മനം രാജശേഖരൻ മത്സര രംഗത്തുണ്ടാകും എന്ന സൂചന കൂടി ലഭിച്ചിരിക്കുന്നു. ആറന്മുളയിലായിരിക്കും അദ്ദേഹം സ്ഥാനാർത്ഥിയാവുക. എന്നാൽ എം.ടി. രമേശ് മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ചില ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ നല്ല രീതിയിലേക്ക് പുരോഗമിക്കുകയാണെങ്കിൽ എം.ടി. രമേശ് ഒരു പക്ഷേ മത്സര രംഗത്തേക്ക് എത്തിയേക്കാം. നേരത്തെ കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ എം.ടി. രമേശ്, അതുപോലെ തന്നെ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളായിരുന്നു കേട്ടിരുന്നത്. പക്ഷേ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള, റനീഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് എം.ടി. രമേശ് ആ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നില്ല. എന്തായാലും നിലവിൽ ഈ രണ്ടാമത്തെ പട്ടികയിലേക്ക് വരുമ്പോൾ ബി.ജെ.പിയുടെ പല പ്രമുഖ നേതാക്കൾ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്. എന്തായാലും കുമ്മനം രാജശേഖരൻ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമെന്ന സൂചന നൽകുന്നുണ്ട്. ഒപ്പം തന്നെ എം.ടി. രമേശ്, പി.എസ്. ശ്രീധരൻപിള്ള അവർ ഇത്തവണ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഇതിന്റെ ചില ഒരുക്കങ്ങൾ കൂടി ബാക്കി നിൽക്കുകയാണ്. ആ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന് ബി.ജെ.പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ പട്ടിക പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ആ പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപം നൽകിയിരിക്കുന്നു. എന്നാൽ ചില ഒരുക്കങ്ങൾ കൂടി ബാക്കി അല്ലെങ്കിൽ അവശേഷിക്കുന്നുണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട പട്ടിക കൂടി പുറത്തു വരും. എസ് കെ. ഓക്കെ, താങ്ക് യു അച്യുതൻ. യഥാർത്ഥത്തിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തി പരക്കുന്നു എന്നതിൽ വാർത്തകൾ കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും പ്രചരിക്കുമ്പോൾ ബിപിൻ സി വിജയൻ കൂടി ചേരുകയാണ്. ബിപിൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട പട്ടിക ഇന്ന് പുറത്തു വരാനിരിക്കുകയാണ്. ആ സമയത്ത് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സീറ്റുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. കാരണം ചെങ്ങന്നൂരിൽ പി.എസ്. ശ്രീധരൻപിള്ള ആയിരിക്കും എന്നുള്ളത് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു കേട്ടതാണ്. പക്ഷേ പിന്നീട് അത് ലഭിച്ചില്ല. തൃശ്ശൂരിൽ എം.ടി. രമേശിന്റെ പേരുണ്ടായിരുന്നു, അത് ലഭിക്കില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞോടുകൂടി അദ്ദേഹം ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ളത് അറിയിച്ചിരുന്നു. അല്ലെങ്കിൽ കോഴിക്കോടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ രണ്ടിടത്തും അദ്ദേഹത്തെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇപ്പോഴും ഈ സമവായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി പ്രചാരണത്തിന് ഒരു നേതൃത്വം നൽകുക എന്നുള്ള ചുമതലയായിരിക്കും ഒരു പക്ഷേ എം.ടി. രമേശിനെ നൽകുക. കുമ്മനം രാജശേഖരൻ അനാരോഗ്യം കാരണം താനില്ല എന്ന് പറഞ്ഞുവെങ്കിലും നേതൃത്വം മത്സരിക്കണമെന്ന് ആവശ്യം പറയുന്നു. അപ്പോൾ ഈ ഒരു മുതിർന്ന നേതാക്കൾക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു അതൃപ്തി നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് ഘടകകക്ഷികൾക്ക് നൽകിയതിലും ബി.ജെ.പിയിൽ അതൃപ്തി ഇപ്പോൾ പുകയുകയാണ്. കാരണം തൃപ്പൂണിത്തുറ എ ക്ലാസ് മണ്ഡലമായിരുന്നു. അവിടെ ഇപ്പോൾ നഗരസഭ ബി.ജെ.പിയാണ് ഭരിക്കുന്നത്. ഇത്രയും ഒരു അവസരം ലഭിക്കുന്ന ഘട്ടത്തിൽ അത് 2020 കൊടുക്കുകയായിരുന്നു. 2020 സീറ്റ് നൽകിയപ്പോൾ അവിടെ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് മത്സരിക്കണമെന്നുള്ളതായിരുന്നു ബി.ജെ.പി പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു കാര്യം. പക്ഷേ അവിടെ മത്സരിച്ചില്ല. ഒപ്പം തന്നെ അവിടെ നടി അഞ്ജലി നായരെയാണ് 2020 സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.